ഷുക്കൂർക്ക, ഞാനും എൻ്റെ സുഹൃത്ത് രമേശനും ഇന്നിവിടെ സ്ഥാനാർത്ഥിമാരാണ്, അറിയാലോ. അങ്ങനെ വെറുതെ മത്സരിക്കുന്നവരല്ല, ഓരോ വാർഡിൽ തന്നെ എതിർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നവരാണ്. ഷുക്കൂർക്ക, കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതേപോലെ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥിമാർ? ഇതൊക്കെയല്ലേ ചാനലുകാർ ഷൂട്ട് ചെയ്യേണ്ടത്. ചാനലുകാരൊക്കെ നിൽക്കട്ടെ, അവരൊക്കെ വന്നോളൂ. ഞാൻ നിന്റെ കുടുംബത്തിന്റെ വോട്ട് എൻ്റെ ചിഹ്നമായ തത്തക്കൂടിന് നൽകാൻ വേണ്ടി നിന്നോട് അഭ്യർത്ഥിക്കുകയാണ്. നിന്റെ സഹകരണം ഉണ്ടാവണം. അതുപോലെ തന്നെ നിന്റെ കുടുംബത്തിലെ എല്ലാ വോട്ടുകളും എൻ്റെ ചിഹ്നമായ ഫ്ലൈറ്റിനെ തന്നെ നൽകണമെന്ന്. അത് ഞാൻ ഏറ്റവും രമേശ. പിന്നെ ഞങ്ങൾ നാളെ തൊട്ട് ഇലക്ഷൻ വർക്കിന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് ഇറങ്ങണം. ഷുക്കൂർക്ക, രമേശ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, വൈകിട്ട് കാണാം. ഓക്കെ. രശാങ്കം പാവല്ലേ ഷുക്കൂർക്ക? അവൻ അത്ര പാവൊന്നല്ല. നിങ്ങൾ എത്ര നാൾ കളിച്ച കബഡിക്കലി മത്സരമല്ലത്. ഇത് പഞ്ചായത്ത് ഇലക്ഷനാണ്. ഇതിൽ നീ തോറ്റാൽ മാറും. അതുമാത്രമല്ല, രശാങ്കൻ്റെ പാർട്ടിയിലുള്ള സ്വാധീനം നിനക്കറിയാലോ. അവൻ ജയിക്കാൻ വേണ്ടി എല്ലാ കളിയും കളിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് കളിച്ചാൽ നിനക്ക് നല്ലത്. ഷുക്കൂർക്ക് പറ, ഞാനെന്താ വേണ്ടേ? വാ, കുറച്ച് കാര്യങ്ങളുണ്ട് പറയാം. രശാങ്ക, പറഞ്ഞു എന്ത് സംഭവം? ഷുക്കൂർക്ക രമേശനും കൂടി നമ്മുടെ കൂടെ ഉള്ള ഒരാളെ സ്ഥാനത്താക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി കാശ് കൊടുത്ത് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ശരി. അപ്പം രമേശൻ കളി തുടങ്ങിയിട്ടില്ലേ? അതെ, ആരാ സ്ഥാനാർത്ഥി? അത് നമ്മുടെ ടൊപ്പനാണെന്നാണ് അറിഞ്ഞത്. ഏത്? നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ടൊപ്പനാ? ചിഹ്നം കിട്ടിയിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട അവന്റെ ചിഹ്നം. പുഴുങ്ങിയ മുട്ട അവന്റെ. വാ, പറയണ്ട, നമ്മുടെ ഒട്ടും മറക്കരുത്. ശശാങ്കേട്ടനല്ലത്. രശാങ്ക, രമേശൻ പാർട്ടിന് ഓപ്പോസിറ്റ് വരുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലേ അടിച്ചിടുന്നല്ലോ. പിന്നെ രമേശ, നിന്റെ പിള്ളേരോട് നീ മര്യാദക്ക് കാര്യം പറഞ്ഞു. ഇന്നലെ എൻ്റെ പോസ്റ്ററിന്റെ മേലാണ് അവർ പോസ്റ്ററോട് മുട്ടിച്ചത്. മേലാതെ ആവർത്തിച്ച് കഴിഞ്ഞാൽ അസലടി ഞങ്ങൾ അടിക്കും. പറഞ്ഞില്ലാന്നുണ്ട. രശാങ്ക, നിന്റെ പിള്ളേർ മാത്രം മോശമൊന്നുമല്ല. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള അതേ മതിലൊക്കെ തന്നെയാണ് നിന്റെ പിള്ളേർ വന്നിട്ട് എഴുതിയിട്ടുള്ളത്. രമേശ, നിന്റെ പിള്ളേർക്ക് വിവരില്ലാത്ത ഞങ്ങളെ പിള്ളേരെ കെട്ടി കയറാൻ നിൽക്കരുത്. കാരണം നിങ്ങളെ പിള്ളേർ ബുക്ക് ഇടുന്നതിന് പകരം BKടിക്ക് പകരം NB എഴുതി. അവരോടാദ്യം സ്കൂളിൽ പോയി ചെയ്ത് പഠിക്കാൻ പറയും. പണ്ട് സ്കൂളിൽ നിന്ന് ടീച്ചർമാർ പറഞ്ഞു കൊടുത്ത NB അല്ല, ബുക്ക് BKD. ഓക്കെ, എന്നിട്ട് നീ വന്നിട്ട് ന്യായം പറയും. രശാങ്ക, നീ അറിഞ്ഞ നിന്റെ പത്രികയിലല്ലേ ഷുക്കൂർക്കനെ കളിച്ചത്? അപ്പോൾ രമേശനും കൂടി കളിച്ചിട്ടുണ്ടാവും. ഇന്നവൻ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമുള്ളൂ. വാ രശാങ്ക, എന്നോട് ക്ഷമിക്കടാ. എൻ്റെ പത്രിക പിന്നല്ലടാ, നമ്മുടെ രണ്ടാളെ പറയൽ കളിച്ചത് ഷുക്കൂർക്കാണ്. സാലടാ രമേശ, എല്ലാം പോട്ടെ. രമേശ, എന്നെ തത്തക്കൂട്ടിലൊരു തത്തമ്മയെ പോലും കയറ്റി അടിക്കാൻ കഴിഞ്ഞില്ലെന്ന്. അതിനെ മുന്നേ താഴ്ത്തു കളഞ്ഞില്ലേ ആ ഷുക്കൂർക്ക. രശാങ്ക, എനിക്കൊരു കന്നിപ്പറക്കൽ പോലും പറക്കാൻ പറ്റില്ലല്ലോ. അതിന് മുന്നേ ബോംബിട്ട് കളഞ്ഞില്ലേ ഷുക്കൂർക്ക? രശാങ്ക, ഞാനിന്ന് അങ്ങോട്ട്. നീ അങ്ങോട്ട്? അല്ല, ഈ വാർഡിലെ മെമ്പർ ടൊപ്പന. ഈശ്വര, ഞങ്ങൾ രമേശ, നീ പൊങ്ങി കൊടുത്ത മുട്ട അവൻ നിന്നുണ്ടാക്കി തന്നെ അടിച്ചല്ലോടാ.